ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. എനിക്കായൊരുത്തമ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്ന താൻ ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ. ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാൻ ഇനി സേവിക്കും. എൻ്റെ പ്രാണനായകനേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണമേ. കർത്താവായ യേശുക്രിസ്തു തന്നെ സത്യദൈവം എന്നതിനെ ആസ്പദമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ, കരകുളം. മഹോന്നതനായ ദൈവത്തിന് മഹത്വവും ബഹുമാനവും സ്തുതിയും ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ തൃപ്പാദം എന്ന ശുശ്രൂഷയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നിസ്തുല്യനാണെന്ന വചനം കഴിഞ്ഞ ദിവസം നമുക്ക് പഠിക്കാനിടയായി. നമ്മുടെ കർത്താവിനെ മറ്റൊരു വ്യക്തിയോടും തുല്യപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയാത്ത നിലയിൽ അവിടുന്ന് ഉന്നതനും സർവവല്ലഭനുമായ കർത്താവാണ്. ഇന്ന് പകൽക്കാലം ഈ കർത്താവിൻ്റെ നിസ്തുല്യത എന്ന വിഷയവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് 300ഓളം പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ ജീവചരിത്രം പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ 300 പ്രവചനങ്ങളിൽ എല്ലാ പ്രവചനങ്ങളും ഇതുവരെയും നിറവേറിയിട്ടില്ല. എന്നാൽ കർത്താവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ 300-ൽ 200-ൽ കൂടുതൽ പ്രവചനങ്ങൾ ഇതുവരെയും നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളിൽ വ്യക്തമായി പറയുന്നതായിരിക്കുന്ന ഓരോ വിഷയങ്ങളും, ആ വിഷയങ്ങളുടെ ബന്ധത്തിൽ ജനനസ്ഥലം എവിടെയായിരിക്കും, ജനന സമയം എങ്ങനെയായിരിക്കും, ജനിക്കുന്ന രീതി എങ്ങനെയായിരിക്കും, അവിടുന്ന് മരിക്കുന്ന രീതി എങ്ങനെയായിരിക്കും, ശവം അടക്കുന്നത് ഏത് വിധത്തിൽ ആയിരിക്കും, അവിടുന്ന് ഏത് വിധത്തിൽ പുനരുദ്ധാനം ചെയ്യും, ഏത് വിധത്തിൽ സ്വർഗാരോപണം ചെയ്യും തുടങ്ങി 7 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 7 കാര്യങ്ങൾ കൂടാതെ ധാരാളം വിഷയങ്ങളുണ്ടെങ്കിലും പ്രധാനമായും ഈ 7 കാര്യങ്ങൾ അടിസ്ഥാനപ്പെട്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജനനസ്ഥലം, കൃത്യമായി കർത്താവിൻ്റെ ജന്മസ്ഥലം പ്രവാചകൻ പറഞ്ഞു. മീഖ പ്രവാചകന്റെ പുസ്തകം 5-ന്റെ 2 അവിടെ പറയുന്നതനുസരിച്ച് ബത്ലഹേം എഫ്രാത്തയിലുള്ള ബത്ലഹേമിലാണ് കർത്താവ് ജനിക്കുന്നത്. ബത്ലഹേം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ പേരിലുള്ള സ്ഥലം 2 ഉള്ളത് കൊണ്ടാണ് വളരെ വ്യക്തമായി എഫ്രാത്തയിലെ ബത്ലഹേമിലാണ് കർത്താവ് ജനിക്കുന്നത് എന്ന് പറഞ്ഞത്. ഇനി അവിടുത്തെ ജനന സമയം, ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 25 ഉൽപ്പത്തി 49-ന്റെ 10 ഈ വാക്യങ്ങൾ പഠിക്കുമ്പോൾ അഭിഷിക്തനായിരിക്കുന്ന പ്രഭു ഛേദിക്കപ്പെടും, അവിടുന്ന് മരിക്കും എന്നുള്ളതായിരിക്കുന്ന വചനം കാണാനായി കഴിയും. ആ വാക്യം ചേർത്ത് ചിന്തിക്കുമ്പോൾ അവിടത്തെ ജനന സമയം ഏത് വിധത്തിലായിരിക്കും എന്ന് വ്യക്തമായി പ്രവചന പണ്ഡിതന്മാരിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി ജനന രീതി, യെശയ്യാവിന്റെ പുസ്തകം 7-ന്റെ 14 കന്യക ഗർഭിണിയായിട്ടാണ് മകനെ പ്രസവിക്കുന്നത്. കർത്താവായ യേശുവിൻ്റെ ജനന രീതി എങ്ങനെയായിരിക്കുമെന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. 4-മതായി കർത്താവിൻ്റെ മരണരീതി, എങ്ങനെ അവിടുന്ന് മരിക്കും. സങ്കീർത്തനങ്ങൾ 22-ന്റെ 16 അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. മഹാനായിരിക്കുന്ന ദാവീദ് രാജാവാണ് 22-ാം സങ്കീർത്തനം എഴുതിയതെങ്കിലും
ദാവീദിന്റെ ജീവിതത്തിൽ അനേകം കഷ്ടങ്ങൾ കൂടി അവിടുന്ന് കടന്നുപോയി. എന്നാൽ തൻ്റെ കൈകളെയും കാലുകളെയും തുളയ്ക്കപ്പെടുന്നതായിരിക്കുന്ന മഹാകഷ്ടം ദാവീദ് രാജാവ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. അത് കർത്താവിനെ കുറിച്ചുള്ള മരണരീതിയെ പ്രതിപാദിക്കുന്നതായിരുന്നു. സങ്കീർത്തനങ്ങൾ 22-ലും യെശയ്യാവിന്റെ പുസ്തകം 53-ലും കർത്താവിന്റെ മരണരീതി വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഞ്ചാമതായി അവിടുത്തെ മരണാനന്തരമുള്ള ശവാടക്കം, കർത്താവിനെ അടക്കുന്ന രീതി, ശവസംസ്കാരം എങ്ങനെയായിരിക്കും. യെശയ്യാവിന്റെ പുസ്തകം 53-9 വാക്യത്തിൽ അവൻ ധനവാനെ പോലെ അടക്കപ്പെടും എന്നുള്ള പ്രവചനം ഉണ്ടായിരുന്നു. അടക്കപ്പെടുന്ന രീതിയെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മത്തായി സുവിശേഷം 27-ാം അധ്യായം 57 മുതൽ 60 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു പ്രഭു, ഒരു രാജാവ് അടക്കപ്പെടുന്ന നിലയിൽ പുതിയ കല്ലറയിൽ സുഗന്ധവർഗങ്ങളിട്ട് നമ്മുടെ കർത്താവിനെ അവർ അടക്കുന്നു. പ്രവാചകൻ പറഞ്ഞതുപോലെ അടക്കരീതി അവിടെ നിവർത്തിയിരിക്കപ്പെടുകയാണ്. മാത്രമല്ല അവിടുത്തെ പുനരുദ്ധാനം സങ്കീർത്തനങ്ങൾ 2:7 പറയുന്നത് പോലെ, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അവിടെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മാതാവും പിതാവും ചേർന്നുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന വിഷയമല്ല. പിന്നെയോ മരിച്ചവരിൽ നിന്നും കർത്താവായ യേശുക്രിസ്തു എഴുന്നേൽക്കുന്ന പുനരുദ്ധാനത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു പുനരുദ്ധാനം ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കുമെന്ന് പ്രവാചകന്മാർ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 16:8 മുതൽ 10 വരെ, 30:3, സങ്കീർത്തനങ്ങൾ തന്നെ 41:10, 118:17 വാക്യം. ഈ ഭാഗങ്ങളിൽ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനം വിസ്തരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അവിടുത്തെ സ്വർഗാരോഹണം, അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശരീരത്തിന് ഒരു കേടും സംഭവിക്കാതെ അവിടുന്ന് തേജോമയനായി സ്വർഗാരോഹണം ചെയ്യും. സങ്കീർത്തനങ്ങൾ 16:11. ദൈവമാകുന്ന കർത്താവ് തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല എന്ന വചനപ്രകാരം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്തു. സങ്കീർത്തനങ്ങൾ 24:7, 68:18, 110:1, 118:19. ഈ സങ്കീർത്തന ഭാഗങ്ങളിലെല്ലാം നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇതുപോലെ പറഞ്ഞതിൻ പ്രകാരം ജനനം മുതൽ, അടക്കം മുതൽ, പുനരുദ്ധാനം മുതൽ സ്വർഗാരോഹണം വരെ ഈ വിധത്തിൽ ശോഭിച്ചതായിരിക്കുന്ന ഒരു ചരിത്ര പുരുഷൻ, അത്ഭുത പുരുഷൻ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതാകുന്നു ആദ്യം നാം പറഞ്ഞത്, യേശുക്രിസ്തു നിസ്തുല്യൻ. മറ്റ് ഒരു വ്യക്തിയോടും തുല്യപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയാത്ത നിലയിൽ കർത്താവ് ഏറ്റവും അതുല്യനാകുന്ന വ്യക്തിയാണ്. അവിടുന്ന് നിസ്തുല്യനാകുന്ന വ്യക്തിയാണ്. ഈ പ്രഭാതത്തിൽ ഇത്രയും വലിയവനായ, സർവവല്ലഭനായ, നിസ്തുല്യനായ ഈ കർത്താവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുവാനും കർത്താവിന് വേണ്ടി ജീവിക്കുവാനും കർത്താവ് നമുക്ക് കൃപയും ഭാഗ്യവും നൽകിയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും, സഹോദരീ സഹോദരങ്ങളെയും, മാതാപിതാക്കളെയും ദൈവമാകുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിസ്തുല്യനായിരിക്കുന്ന കർത്താവിൻ്റെ കാൽച്ചുവടുകൾ പിന്തുടർന്ന് ഈ പകൽക്കാലം കർത്താവിന് യോജിച്ച വിധത്തിൽ, യോഗ്യമാവണ്ണം മാതൃകയുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും വീണ്ടും അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ എല്ലാ നന്മകളും നൽകട്ടെ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.